ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്യു വാലറ്റ്. നാളത്തെ +2 മാത്സ് പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ടഫായിട്ടുള്ള ഇൻ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, അങ്ങനെയുള്ള ടഫുള്ള ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കാൻ പറ്റില്ല. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മതി. എന്നാൽ എനിക്കൊരു ഡബിൾ പാസ് വാങ്ങണം എന്നാഗ്രഹമുള്ള, ഒരു 40 മാർക്കിനടുത്ത് വാങ്ങണം എന്നാഗ്രഹമുള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഏറ്റവും എളുപ്പമുള്ള റിലേഷൻസ്, പ്രോബബിലിറ്റി, മെട്രിക്സ്, ഡിറ്റർമിനൻസ്, വെക്ടർ, 3 ഡയമെൻഷണൽ ജിയോമെട്രി, അങ്ങനെയുള്ള സിമ്പിൾ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഈസി ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാം തന്നെ 3 മാർക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. മാത്സ് ആകുമ്പോൾ കുറച്ച് ലെങ്ത് ഉണ്ടാവും വീഡിയോ, ഓരോ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ. അപ്പൊ ഈ ഒരു വീഡിയോയിൽ കുറേ ചോദ്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ സാധാരണ പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ഉണ്ടാവുക. അപ്പൊ നന്നായി ശ്രദ്ധിച്ചിരിക്കുക, കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാം. ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്കിനിയും വീഡിയോസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് എങ്കിലും കൃത്യമായി ചെയ്ത് പഠിച്ചാൽ നല്ലൊരു മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഓക്കെ, ആദ്യം തന്നെ എല്ലാവരും LPP പഠിച്ചോട്ടെ. ഗ്രാഫ് വരയ്ക്കാൻ 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എഡ്യു വാലറ്റ് +2 മാത്സ് LPP എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ആ ഒരൊറ്റ ചോദ്യം കണ്ടാൽ മതി. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും അതുപോലെയാണ് ചെയ്യുക. അപ്പൊ ഗ്രാഫ് വരയ്ക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവരെ LPP എഡ്യു വാലറ്റ് എന്ന് കൊടുത്താൽ ആ ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ കിട്ടും. നമുക്ക് നേരെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇത് റിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് f(x) = 8x³ g(x) = x⁻⁴ x belongs to R, then f(g(x) g(f(x) എന്താണ്? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. f(g)യും g(f)ഉം കണ്ടുപിടിക്കുക. 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അതിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ആദ്യം ഈ ചോദ്യം ചെയ്യാം. നന്നായി ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ കൂടി ഇവിടെ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പൊ f(x) തന്നു, g(x) അവർ തന്നിട്ടുണ്ട്. 2 ശ്രദ്ധിച്ചെടുത്ത് ഏതോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് f(g) കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. f(g) കണ്ടാൽ നിങ്ങൾക്കൊരു 1.5 മാർക്ക് അവിടെ വീഴും. f(g)(x) എന്ന് എഴുതാം. അതല്ലെങ്കിൽ വെറും f(g) എന്ന് എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. ഇത് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? f അതുപോലെ തന്നെ എഴുതിക്കോ. O എന്നുള്ള ഭാഗത്തൊരു ബ്രാക്കറ്റ് കൊടുക്കുക. O f(g)(x) ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ക്വസ്റ്റ്യൻ. f അതുപോലെ എഴുതുക. O എന്നുള്ള ഭാഗത്ത് ബ്രാക്കറ്റ് കൊടുക്കുക. ഇനി ആരുണ്ട്? g(x) ഉണ്ട്, അത് എഴുതിക്കോ. അടുത്തത് f നമുക്ക് അതുപോലെ തന്നെ കൊടുക്കാം, ബ്രാക്കറ്റ് കൊടുക്കാം. ഇനി g(x) ആരാ? x⁻⁴. g(x)ന്റെ ഉള്ളില് x⁻⁴ എന്നുള്ളത് കൊടുത്തു. അടുത്ത സ്റ്റെപ്പ് f ആരാ? f എന്ന് പറഞ്ഞാൽ 8x³ ആണ് f. അപ്പൊ 8 എഴുതിക്കോ. x³ നമുക്ക് എഴുതണം, പക്ഷെ x³ പകരം നമ്മൾ ഇതാണ് ഇട്ട് കൊടുക്കണ്ടേ. എഫിന്റെ ഉള്ളിൽ ആരാണോ അതാണ് എഫിൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കണ്ടേ. f എന്ന് പറഞ്ഞാൽ 8x³ ആണ് f എന്ന് പറഞ്ഞ. പക്ഷെ എഫില് 8 എഴുതിക്കോ, ക്യൂബ് എഴുതിക്കോ. എക്സിന്റെ പൊസിഷനിൽ ആ ബ്രാക്കറ്റിലുള്ള ആളെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ 8 × x⁻⁴3 എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ വരും. ഇത് നമ്മൾ എങ്ങനെ ചെയ്യാം? ഈ 3യും 3യും ക്യാൻസൽ ചെയ്തിട്ട് 8x ആൻസർ കിട്ടും. മനസ്സിലായി വിചാരിക്കുന്നു. f എഴുതാ, ബ്രാക്കറ്റ് എഴുതാ, g(x) എഴുതാ. എഫിൽ കൊണ്ടുപോയിട്ട് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ആളെ ഇട്ട് കൊടുക്കുക. അടുത്ത് ചെയ്യുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. അടുത്തത് g(f) ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇതാണ് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. സെയിം പ്രൊസീജിയർ ചെയ്യുക. g എഴുതാ, O എന്ന് പറഞ്ഞ അപ്പൊ ബ്രാക്കറ്റ് കൊടുക്കുക, f(x) എഴുതാ. ഇനി g അതുപോലെ തന്നെ എഴുതിക്കോ. ഇനി f(x) എന്ന് പറഞ്ഞ ആരാ? f(x) നോക്കിയേ, 8x³ ആണ് f(x). സോ f(x)ന്റെ ഉള്ളില് 8x³ എന്ന് എഴുതാം. അത് കഴിഞ്ഞ് g എന്ന് പറയുന്ന ആളിലേക്ക് നമുക്ക് പോവാം. g എന്ന് പറഞ്ഞ ആരാ നോക്കിയേ? x⁻⁴ ആണ് g. ഓക്കെ, x⁻⁴ ആണ് g എന്ന് പറഞ്ഞ x⁻⁴. അപ്പൊ ഞാൻ 1/3 എഴുതി. x എന്ന് പറഞ്ഞ പൊസിഷനിൽ ഈ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം, 8x³ ഇട്ട് കൊടുക്കണം. ഓക്കെ, g എന്ന് പറഞ്ഞാൽ x⁻⁴ ആണ്. അതിൽ എക്സിന്റെ അവിടെ ഈ ഉള്ളിലുള്ള ആൾ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ഈ 3യും 3യും പോവും. അപ്പൊ എക്സിന്റെ കാര്യം സെറ്റായി. 8നും ഇനി എന്ത് കൊടുക്കണം? 8ന്റെ മുകളിൽ നമുക്ക് 1/3 എന്ന് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 8⁻⁴ എന്നും വരും. പിന്നെ x³ ഉണ്ട് 1/3. ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. 8നും 1/3 ഉണ്ട്, x³ 1/3 ഉണ്ട്. ഇവിടെ 3 പോയിട്ട് അവിടെ x⁻⁴, അതായത് x എന്നായി.
ഇവിടെ 8⁻⁴ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 8⁻⁴ എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 8 എന്നാണ് ചോദിക്കുന്നത്. ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. ഓക്കെ, 2 × 2 × 2 ആണ് 8 അല്ലെ. 2നെ 3 തവണ ഇൻറ്റു ചെയ്യുമ്പോഴാണ് 8 വരിക. അപ്പൊ 8⁻⁴ എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. സോ 2x ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ നിങ്ങൾക്ക് ഇതാ 3 മാർക്ക് കിട്ടും. ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി മനസ്സിലാവുന്നില്ല എന്നുള്ളവർ ഇത് വിട്ടോ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. അത് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുക. തീരെ പറ്റുന്നില്ല എന്നുള്ളത് മെല്ലെ വിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ഫോക്കസ് ചെയ്യുക. പരീക്ഷയുടെ തലേ ദിവസമാണ്, ഒരു ക്വസ്റ്റ്യനുമ്പോൾ തന്നെ പിടിച്ചിരിക്കേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അതിൽ തന്നെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ചെയ്ത് വന്നൊരു ചോദ്യമാണ്. കൺസിഡർ എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, അത് റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ്. അതിനൊക്കെ പ്രാധാന്യമുണ്ട്. എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അത് റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണ് എന്ന് പറഞ്ഞാൽ എക്സും റിയൽ നമ്പറും വൈയും റിയൽ നമ്പർ. എക്സും റിയൽ നമ്പർ ആവണം, വൈയും റിയൽ നമ്പർ ആവണം. റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? എല്ലാം ഉൾപ്പെടും. 0, നെഗറ്റീവ് നമ്പർ, പോയിന്റ് വരുന്ന നമ്പർ എല്ലാം വരുന്ന ആൾക്കാരാണ് റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ 1/2, 3/3 എല്ലാം ഉൾപ്പെടുന്ന ആൾക്കാരാണ് റിയൽ നമ്പർ. ഇനി ഗിവൺ ബൈ, നമുക്ക് ഇതാ ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നു. f(x) = 4x + 3 എന്നൊരു ഫംഗ്ഷൻ തന്നു. ഷോ ദാറ്റ് എഫ് ഈസ് ഇൻവേർട്ടബിൾ. എഫ് ഇൻവേർട്ടബിൾ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇൻവേർട്ടബിൾ ആണ് നമ്മൾ ഷോ ചെയ്ത് കാണിക്കണം. അതുപോലെ തന്നെ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എഫ്, എഫിന്റെ ഇൻവേഴ്സും കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്കിത് ചെയ്ത് നോക്കാം. ആദ്യം ഇതൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ഇത് ഇൻവേർട്ടബിൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇൻവേർട്ടബിൾ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആവണം എന്നുണ്ടെങ്കിൽ, ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആവണം എന്നുണ്ടെങ്കിൽ 2 കണ്ടീഷനാണ്. ആ ഫംഗ്ഷൻ 1 ഫംഗ്ഷനും ആയിരിക്കണം, ആ ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷനും ആയിരിക്കണം. 1 ആണ്, ഓൺ ടു ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ആ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കിത് നോക്കാം. 1 ആണോ ഓൺ ടു ആണോ നോക്കാം. ഇത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 ആണോ നോക്കാൻ നമുക്കൊരു റൂൾ ഉണ്ട്. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നിട്ട് 1 ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാന്നറിയോ? f(x1) = f(x2) എന്ന് കൊടുക്കും. f(x1) = f(x2). f(x1) എന്ന് പറഞ്ഞാൽ എന്താവും? 4x1 + 3. f(x2) എന്ന് പറഞ്ഞാൽ 4x2 + 3. 1ഉം 2 ഇട്ട് കൊടുക്കുക, x1ഉം x2 ഇട്ട് കൊടുക്കുക. ഒരേപോലത്തെ 3 ക്യാൻസൽ, 4 ക്യാൻസൽ. സോ x1 = x2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ആ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 ആണ്. ഇത് 1 ആണ്. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും 1 ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? f(x1) = f(x2) എന്ന് കൊടുക്കുക. x1ഉം x2ഉം കൊടുത്ത് ഈക്വൽ ആക്കി കൊടുക്കുക. ഒരേപോലെ അത് ക്യാൻസൽ ചെയ്ത് ഇങ്ങനെ കിട്ടണം. x1 = x2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ 1 ആണ്. ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ. ഇനി ഓൺ ടു ആണോ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ y എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്താണോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യം അതിനെ y എന്ന് കൊടുക്കുക. അപ്പൊ y = 4x + 3 എന്ന് നമുക്ക് എഴുതാം. y = നമ്മുടെ ചോദ്യം y = 4x + 3. ഇതിൽ നമുക്ക് x കണ്ടുപിടിച്ചാലോ? എങ്ങനെ x കാണാം? എക്സിനെ മാത്രം അവിടെ നിർത്തുക. അപ്പൊ 3 അങ്ങോട്ട് പൊക്കോളും. വൈയുടെ അടുത്തേക്ക് ഈ 3 പോവും, -3 എന്നാവും. എക്സ് കാണാം, ഈ 4 ഒന്ന് താഴത്തേക്ക് ഇടാം. സോ y - 3/4 ആണ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? x = y - 3/4 എന്ന് നമുക്ക് കിട്ടും. x = y - 3/4. ഇനി നമ്മൾ എന്താ ചെയ്യാന്നറിയോ? അടുത്ത സ്റ്റെപ്പ് ഇത് ഓൺ ടു ആണോ നോക്കണം. അപ്പൊ നമുക്ക് x കിട്ടി. ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് തന്നിട്ടുണ്ട് എക്സും റിയൽ നമ്പർ ആണ്, വൈയും റിയൽ നമ്പർ ആണ്. ഇവിടെ വൈക്ക് ഒരു റിയൽ നമ്പർ ഇട്ട് കൊടുക്കുക. അതിൽ വൈ എന്നുള്ള പൊസിഷനിൽ ഇഷ്ടമുള്ള റിയൽ നമ്പർ കൊടുക്കുക. 1ഓ 2ഓ 3ഓ 4ഓ ഇഷ്ടമുള്ള റിയൽ നമ്പർ കൊടുക്കുക. 0 കൊടുക്കാം, 1 കൊടുക്കുക. അപ്പൊ ഞാൻ എന്താ 1 എന്ന് കൊടുത്തു. അപ്പൊ എന്തായിരിക്കും എക്സ് കിട്ടുക? വൈയുടെ അവിടെ 1 കൊടുക്കുക. 1 - 3/4, അതായത് -2/4 എന്ന് പറഞ്ഞാൽ ഏകദേശം -0.5 എന്ന് വരും. അതും റിയൽ നമ്പർ തന്നെയാണ് കിട്ടിയത്. അപ്പൊ ഞാൻ കൊടുത്തതും റിയൽ നമ്പർ, എനിക്ക് കിട്ടുന്നതും റിയൽ നമ്പർ ആണെങ്കിൽ ഇത് ഓൺ ടു ആണ്.
ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ 1 ആവാനുള്ള കണ്ടീഷൻ ഇതാണ്. f(x1) = f(x2) എന്ന് കൊടുത്ത് x1 = x2 എന്ന് കിട്ടിയാൽ മതി. 1 ആണ്. ഓൺ ടു ആണോ നോക്കാൻ തന്നിരിക്കുന്ന ചോദ്യത്തിന് y എന്ന് പറഞ്ഞു കൊടുക്കുക. കണ്ടോ, അതിൽ നിന്ന് എക്സ് കാണാം, എന്നിട്ട് വൈക്ക് ഒരു 1 or 2 എന്തെങ്കിലും കൊടുത്ത് എക്സും ഒരു റിയൽ നമ്പർ കിട്ടിയാൽ മതി. കൊടുക്കുന്നതും റിയൽ നമ്പർ, കിട്ടുന്നതും റിയൽ നമ്പർ ആണെങ്കിൽ അത് ഓൺ ടു ആണ്. അപ്പോൾ 1 ആണെന്ന് കിട്ടി, ഓൺ ടു ആണെന്ന് കിട്ടി. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണെന്ന് നമ്മൾ എഴുതണം. യെസ്, ദ ഫംഗ്ഷൻ f(x) ഈസ് ഇൻവേർട്ടബിൾ. ഇതൊരു ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ചോദ്യം കൂടിയുണ്ട്. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ. ചോദ്യം എവിടെയായിരുന്നു? ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ എഫ്. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാന്നറിയോ? നിങ്ങൾക്ക് എക്സ് കിട്ടിയില്ലേ, y - 3/4. അതാണ് നമുക്ക് ഇവിടെ വേണ്ട. x = y - 3/4 കിട്ടി. അതിൽ ഈ വൈയുടെ അവിടെ എക്സ് എന്ന് കൊടുത്താൽ മതി. y എന്നുള്ള പൊസിഷനിൽ x - 3/4. ഇതാണ് ആ ഫംഗ്ഷന്റെ ഇൻവേഴ്സ്. ആ ഫംഗ്ഷൻ f(x) ആണ് ഫംഗ്ഷൻ. അതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ f(−x). ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ എങ്ങനെ എഴുതാ? ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ ഇൻവേഴ്സ്, ഇതാണ് ഫംഗ്ഷൻ, അതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ f(−x). എന്താണ്? ഈ വൈയുടെ അവിടെ എക്സ് കൊടുത്താൽ മതി. x - 3/4 ആണ്. ക്ലിയർ ആയി, മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ ആണല്ലോ? സോ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. സോ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്, 1, ഓൺ ടു ഒക്കെ ബേസ് ചെയ്തിട്ട്. അടുത്തത് ഇതാ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ് കാണാനാണ്. സിമ്പിൾ ആണ്. ഇതാ എക്സ് ഇവിടെ നോക്കിയാൽ മതി, 3 ഉണ്ടോ, 1 മാർക്ക് കിട്ടി. x 3. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, നിങ്ങൾക്ക് x+y തന്നിട്ടുണ്ട്, x - y തന്നിട്ടുണ്ട്. ചോദ്യം ഫൈൻഡ് xy. ഇതിൽ നിന്ന് x ആരാ y ആരാന്ന് കാണാം, 2x+y കാണാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒരു 2 മാർക്കാണ്, ഇത് നിങ്ങൾക്ക് 2 മാർക്കാണ്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് മെട്രിക്സിൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആണ്, നന്നായി ശ്രദ്ധിക്കുക. ഇങ്ങനെ വന്നാൽ പലർക്കും ചെയ്യാൻ പറ്റാറില്ല. നന്നായി ശ്രദ്ധിക്കുക. ആദ്യം x+y എടുത്ത് എഴുതുക. നിങ്ങൾ ഈ മെട്രിക്സ് ഒക്കെ ചെയ്യുമ്പോൾ എടുത്ത് എഴുതുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒന്ന് എടുത്ത് എഴുതുമ്പോൾ നെഗറ്റീവോ പോസിറ്റീവോ തെറ്റിയാൽ മതി, ഫുള്ള് ചോദ്യം തെറ്റും. എനിക്ക് സംഭവിക്കാറുണ്ട്. ക്ലാസ് എടുക്കുമ്പോൾ പോലും ചിലപ്പോൾ ഒരു നെഗറ്റീവ് എങ്ങാനും മിസ്സായാൽ ഫുള്ള് പ്രോബ്ലം തെറ്റിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം മെട്രിക്സ് ചെയ്യാൻ. ഇങ്ങനെ 2 ഇക്വേഷൻസ് നിങ്ങൾ തന്നാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചൊന്ന് നോക്കുക. ആരെങ്കിലും നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുമോ നോക്കുക. ഇവിടെ ഇതാ +y ഉണ്ട്, -y ഉണ്ട്. ഇത് ക്യാൻസൽ ചെയ്യാൻ ഒന്ന് കൂട്ടിയാൽ മതി അല്ലെ. ഒന്ന് പ്ലസും ഒന്ന് മൈനസും വന്നാൽ ഇവര് വെട്ടിപ്പോണെന്നുണ്ടെങ്കിൽ അവർ രണ്ടാളെയും കൂട്ടണം. അപ്പൊ ഈ 2 ഇക്വേഷൻസ് കൂട്ടുക. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? ഇത് രണ്ടും ക്യാൻസൽ ആയി പോവും. അപ്പൊ ബാക്കിയുള്ളവരെ നമുക്ക് ആഡ് ചെയ്യാം. എക്സും എക്സും ആഡ് ചെയ്താൽ 2x എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ഇവർ രണ്ടാളെ ആഡ് ചെയ്യാം. 7ഉം 3ഉം ആഡ് ചെയ്യുമ്പോൾ 10, 8ഉം 0ഉം ആഡ് ചെയ്യുമ്പോൾ 8, 2ഉം 0 ആഡ് ചെയ്യുമ്പോൾ 2, 5ഉം 3ഉം ആഡ് ചെയ്യുമ്പോൾ 8. ഇപ്പൊ 2x = നമുക്ക് കിട്ടി. ഇനി എക്സ് കാണാൻ എളുപ്പമാണ്, 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. എല്ലാത്തിനെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യും. 2 താഴത്തേക്ക് പോയി, ഇത് പറഞ്ഞാൽ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. 10/2 5, 8/2 4, 2/2 1, 8/2 4. അതായത് ഈ കിട്ടിയ മെട്രിക്സിനെ 10, 8, 2, 8 എന്ന് പറഞ്ഞ മെട്രിക്സിനെ ഞാൻ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. ഈ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 5, 4, 1, 4 എന്ന് പറഞ്ഞിട്ട് എക്സ് കിട്ടി. എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് വൈയും കണ്ടുപിടിക്കണം. വൈ കാണാൻ ഈ ഫസ്റ്റ് ഇക്വേഷൻ അങ്ങോട്ട് എടുക്കുക. x+y = 7, 8, 2, 5 ആണ്. അതിൽ എക്സ് കിട്ടി, ആ എക്സ് ഇവിടെ കൊടുത്തു. അപ്പൊ വൈ എങ്ങനെ കാണാം? വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 7, 8, 2, 5 ഉണ്ട്. അതിന്റെ അടുത്തേക്ക് ഈ എക്സ് പോവും, -x ആയിട്ട് പോവും. വൈ ആണല്ലോ കാണണ്ടേ, സോ എക്സിന് അപ്പുറത്തേക്ക് തട്ടുക. സോ -x ആയിക്കോളും. എക്സ് ആരാ? 5, 4, 1, 4. ഇത് നമുക്കൊന്ന് മൈനസ് ചെയ്യാം. സോ y = 7ന് 5 കുറച്ചാൽ 2, 8ന് 4 കുറച്ചാൽ 4, 2ന് 1 കുറച്ചാൽ 1, 5ന് 4 കുറച്ചാൽ 1. സോ ആൻസർ നമുക്കിതാ y 2, 4, 1, 1 എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെ എക്സും വൈയും കണ്ടുപിടിക്കാനാണ് ചോദ്യം. മനസ്സിലായി വിചാരിക്കുന്നു. ഇപ്പൊ നമുക്ക് എക്സും കിട്ടി, വൈയും കിട്ടി. ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് 2 മാർക്കായി. ഇനി അതിലൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, 2x+y കാണാനാണ്. സിമ്പിൾ ആണ് സംഭവം. എക്സും വൈയും കിട്ടിയാൽ പിന്നെ എന്തും നമുക്ക് കണ്ടുപിടിക്കാം. എക്സ് കിട്ടിയത് 5, 4, 1, 4 എന്നും വൈ നമുക്ക് കിട്ടിയത് 2, 4, 1, 1 എന്നാണ്. ഇനി എന്താ 2 × x + y ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്.
2 ഇൻറ്റു എക്സ് ഇട്ട് കൊടുത്തോ 5414, വൈ ഇട്ട് കൊടുത്തോ 2411. എന്താവും ആൻസർ വരിക? 2 ഇൻറ്റു 5 10, 2 ഇൻറ്റു 4 8, 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു 4 8. ഇങ്ങനെ കിട്ടി. ഇതിൻ്റെ കൂടെ നമുക്ക് ഇതും കൂടി പ്ലസ് ചെയ്യാം. 2411 പ്ലസ് ചെയ്താൽ ഫൈനൽ ആൻസർ ആയി. 10ഉം 2ഉം 12, 8ഉം 4ഉം 12, 2ഉം 1ഉം 3, 8ഉം 3ഉം 9. നമുക്കിത് ഇങ്ങനെ ആൻസർ കിട്ടും. 12 12 3 9. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. റിപ്പീറ്റ് ചെയ്യുന്നില്ല. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞോളൂ. ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യാം. അപ്പോൾ 2 സെക്ഷൻസ് തന്നിരുന്നു. നമ്മളതിനങ്ങോട്ട് ആഡ് ചെയ്ത് ഒരാളവിടെ ക്യാൻസലായി പോയിട്ട് അതിൽ നിന്ന് എക്സ് കണ്ടുപിടിച്ചു. എക്സ് ഇട്ട് കൊടുത്താൽ നമുക്ക് വൈ കിട്ടി. പിന്നെ സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിരുന്ന ചാപ്റ്ററാണ്. ഇത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ചോദ്യം ഈ പാഠത്തിൽ നിന്ന് നോക്കാം. സപ്പോസ് നിങ്ങൾക്ക് ഈ മോഡൽ എങ്ങാനും വല്ല ചോദ്യം വന്നാൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ദ ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓർഡർ കണ്ടുപിടിക്കാനല്ല, ഡിഗ്രി കാണാനാണ്. ഓർഡർ എങ്ങനെ കാണാമെന്ന് പറഞ്ഞുതരാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേറെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് +2 മാത്സിന്. അപ്പോൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2 മാത്സിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുള്ളത് കിട്ടും. അതൊക്കെ നിങ്ങൾ കണ്ടോളൂ, നല്ലതാണ്. അപ്പോൾ നമുക്കിതാ ഇവിടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് ഓർഡർ ചോദിച്ചാൽ ഹൈയസ്റ്റ് നോക്കുക. അപ്പോൾ ഇവിടെ ഇതാ ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് കണ്ടു, ഒരു പ്രാവശ്യമേ ഉള്ളൂ 1. ഇവിടെ 2 പ്രാവശ്യം. അപ്പോൾ വലുതെടുക്കുക. അതാണ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വലുത് 2 ആണ്. സോ 2 ആണ് ഓർഡർ. ഇനി ഡിഗ്രി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ശരിക്കും എന്താ ചെയ്യാന്നറിയോ? ആക്ച്വലി ഡിഗ്രി കാണാൻ പറഞ്ഞാൽ ഈ വലുതിന്റെ പവറാണ് നോക്കണ്ടേ. ഇപ്പൊ വലുത് 2 അല്ലേ, അതിന്റെ മുകളിൽ വല്ല നമ്പർ ഉണ്ടെങ്കിൽ അതാണ് ഡിഗ്രി. ഇപ്പൊ ഇവിടെ മുകളിൽ നമ്പർ ഇല്ല, അപ്പൊ നമുക്ക് 1 നിർത്തിട്ട് ഡിഗ്രി എന്ന് എഴുതാം. പക്ഷെ ഇവിടെ ഡിഗ്രി 1 അല്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടുത്തെ സൈൻ്റെ കൂടെ dy/dx വന്നു. സൈന്, കോസ്, ടാന് അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ dy/dx വന്നാൽ ഡിഗ്രി നമ്മൾ പറയും നോട്ട് ഡിഫൈൻഡ്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഒക്കെ തന്നു. അപ്പൊ ഇതിൽ നോട്ട് ഡിഫൈൻ ആണ് ഡിഗ്രി വരിക കേട്ടോ. ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതാ അതിൽ തന്നെ നമുക്കൊരു ചോദ്യം കൂടി ഉണ്ട്, ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇത് ടെൻഷൻ ആവേണ്ട, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. സിമ്പിൾ ആണെന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഇവിടെ ഇതാണ് ചോദ്യം. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒരു മെത്തേഡ് ഉണ്ട്, വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്. 2 മാർക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണിത്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്ന്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എങ്ങനെ മനസ്സിലാക്കുക? അതിൽ dy/dxും dx dy ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. കണ്ടോ, dy dx, അങ്ങനെ dy-യും dx-ഉം ഉണ്ടെങ്കിൽ അതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിന്റെ ജനറൽ സൊല്യൂഷൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇതിനെ 2 പീസാക്കി മാറ്റണം. ഇതിന് ഒരു ഭാഗം, ഇതിനടുത്തൊരു ഭാഗമായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ നമുക്കിതാ ഇവിടെ എന്തുണ്ട്? sec² x tan y dx ഇവിടെ ഉണ്ട്. അപ്പുറത്തേക്ക് ഇതിനെ കൊണ്ടുപോവാം. നേരെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് എന്നായിട്ട് മാറും. -sec² y tan x dy എന്നാവും. ഇത് അവിടെ തന്നെ വെക്കുക. ഇതിനങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആയി. ഓക്കെ, 2 ഭാഗമാക്കി. ഇനി നമുക്ക് എക്സുകൾ ഒരു സൈഡിലേക്കും വൈകളെ ഒരു സൈഡിലേക്കും മാറ്റാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു എക്സ് ഉണ്ട്, sec² x. ഇവിടെ ഒരു എക്സ് ഉണ്ട്. ഇനി ഇവിടെയാണ് അടുത്ത എക്സ് ഉള്ളത്. അപ്പൊ ഈ എക്സിന് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ഇവിടെ sec² x ഉണ്ട്, dx ഉണ്ട്. അതിൻ്റെ അടുത്തേക്ക് ഇത് കൊണ്ടുവരാം. ഇത് നേരെ താഴത്തോട്ടാണ് പോവുക. tan x എന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് പോകും. ഇനി നമുക്ക് ബാക്കി ആരാളുള്ളത് നോക്കിയേ. ഇനി വൈകളാണ്. ഇവിടെ -sec² y-യും dy-യും ഉണ്ട്. അതിൻ്റെ അടിയിലേക്ക് ഈ tan y പൊക്കോളും. വൈകൾ ഒരു സൈഡായി, എക്സുകൾ ഒരു സൈഡായി. ഇതാണ് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്, അല്ലെങ്കിൽ വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 2 ഭാഗത്തേക്കാക്കുക. എക്സ് ഒരു സൈഡാക്കുക, വൈ ഒരു സൈഡാക്കുക. ഇനി ഇന്റഗ്രേഷൻ കൊടുക്കുക. ഇന്റഗ്രേഷൻ ഇവിടെ സിമ്പിൾ ആണ്. അതായത് tan x-ന്റെ ഡെറിവേറ്റീവ് ആണ് ഈ മുകളിൽ കിടക്കുന്നത്. tan x എന്ന് പറയുന്ന ആളുടെ ഡെറിവേറ്റീവ് ആണ് sec² x. tan y-യുടെ ഡെറിവേറ്റീവ് ആണ് sec² y. അതുകൊണ്ട് ഇങ്ങനെ വന്നാൽ താഴെ ഉള്ള ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് മുകളിൽ ഉണ്ടെങ്കിൽ ഈ ഇന്റഗ്രേഷന്റെ ആൻസർ ലോഗ് മോഡ് ആ താഴത്തെ ഫംഗ്ഷൻ ആണ്. അപ്പൊ tan x-ന്റെ ഡെറിവേറ്റീവ് sec² x, tan y-യുടെ ഡെറിവേറ്റീവ് sec² y.
അത് അറിഞ്ഞു വെച്ചോ. ഇതിന്റെ ഡെറിവേറ്റീവ് മുകളിലുണ്ട്. ഇങ്ങനെ വന്നാൽ ലോഗ് മോഡ് താഴത്തെ ഫംഗ്ഷൻ, ഇവിടെ മൈനസ് ഇവിടെ എഴുതിക്കോ, എന്നിട്ട് ലോഗ് മോഡ് താഴത്തെ ഫംഗ്ഷൻ എന്ന് എഴുതാം. ഇന്റഗ്രേഷൻ ഒക്കെ കഴിഞ്ഞാൽ ഒരു ലോഗ് സി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് വരും. ഇങ്ങനെ എഴുതി അവസാനിപ്പിച്ചോ. ഇത് ഇനിയും ചെയ്യാം, പക്ഷെ നിങ്ങൾ ഇത്ര എഴുതിയാലും മതി. വേണമെന്നുള്ളവർക്ക് ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി പ്ലസ് ആക്കാം. ലോഗ് ടാൻ എക്സ് ഉണ്ട്, പ്ലസ് ഇത് ഇങ്ങോട്ട് കൊടുത്താൽ ലോഗ് ടാൻ വൈ എന്നും വേണമെങ്കിൽ ആക്കാം, കുഴപ്പമൊന്നുമില്ല ചെയ്തുകൊണ്ട്. 2 ലോഗ് വന്നാൽ ഒറ്റ ലോഗ് എഴുതാം, എന്നിട്ട് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ എന്നും എഴുതാം. ഇങ്ങനെ വെച്ച് വേണമെങ്കിൽ നിർത്താം. ഇനി ഇവിടെ വെച്ച് എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ സിമ്പിളാണ്. 2 സൈഡ് ആക്കുക, അതുപോലെ എക്സ് ഒരു സൈഡ് വൈ ഒരു സൈഡ് ആക്കുക, ഇന്റഗ്രേഷൻ കൊടുക്കുക, ഓരോ ഇന്റഗ്രേഷൻ്റെ ആൻസർ എഴുതുക. ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഞാനൊരു സിമ്പിൾ ആൻഡ് ഈസി ക്വസ്റ്റ്യൻ, അതുപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാൻ ഇട്ടതാണ്. അതെങ്കിലും നിങ്ങൾ നോക്കി വെച്ചോ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, വെക്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെക്ടറും 3D മാത്രം ക്ലബ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്റഗ്രൽസ് മാത്രം ക്ലബ് ചെയ്ത്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, അങ്ങനെ സെപ്പറേറ്റ് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞവർ +2 മാത്സ് എഡ്യൂവാലറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അത് വെച്ച് പഠിച്ചോളൂ. ഇനി വീഡിയോസ് ഇന്ന് ഇടുന്നുണ്ട്, അതും കൂടി നോക്കുക കേട്ടോ. വെക്ടർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്നൊരു ചോദ്യമാണിത്. A, B എന്ന് പറഞ്ഞിട്ട് 2 വെക്ടർ തന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ A ക്രോസ് B കാണാനാണ്. A ക്രോസ് B കാണാൻ. അടുത്തത് ഫൈൻഡ് ഏരിയ ഓഫ് പാരലോഗ്രാം കാണണം. ഈ എയും ബിയും വെച്ച് ഏരിയ ഓഫ് പാരലോഗ്രാം കാണാം. ഫൈൻഡ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടറും കണ്ടുപിടിക്കുക. ഇതാണ് ചോദ്യം. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. എ എന്ന് പറഞ്ഞ വെക്ടർ തന്നിട്ട് ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനാണ്. എ എന്ന് പറയുമ്പോൾ 3i + j + 4k ആണ് എ എന്ന് പറയുന്ന വെക്ടർ. ഇനി ബി എന്ന് പറയുന്ന വെക്ടർ ഇതാണ്, i - j + k ആണ്. i - j + k. ആദ്യം എ ക്രോസ് ബി കണ്ടുപിടിക്കാനാണ്. 2 വെക്ടറുകളെ എങ്ങനെയാണ് നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് കാണാനായിട്ട് പറ്റുക? ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ മെട്രിക്സും ഡിറ്റർമിനൻസും ഒക്കെ ചെയ്യില്ലേ, അതേപോലെ മെട്രിക്സ് അല്ലെ ഡിറ്റർമിനൻസിൽ നമ്മൾ ചെയ്യാറുണ്ട്. ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാറുണ്ട്. അതേപോലെയാണ് നമ്മളിവിടെ ചെയ്യുക. അതായത് ഇങ്ങനെ കൊടുക്കുക, ഡിറ്റർമിനന്റ് എന്നുള്ള ആ ഒരു സിമ്പിൾ കൊടുക്കുക. എ ക്രോസ് ബി ആണ് പറയുന്നത്. ഇങ്ങനെ 2 ലൈൻ കൊടുക്കുക, ഡിറ്റർമിനന്റ് കാണാം. എന്നിട്ട് ഇതാ i കൊടുക്കുക, j കൊടുക്കുക, k കൊടുക്കുക. i j k എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്, ഈ ആദ്യത്തെ ആളെടുക്കുക. ഇവിടെ എത്ര i ഉണ്ട്? 3i, 1 j, 4k, 3, 1, 4. ഇനി ഇവിടെ 1i - 1 j + 1k, അതും കൂടി ഞാൻ എഴുതി. i j k എന്ന് പറഞ്ഞിട്ട് 3, 1, 4 എഴുതി. 1 - 1, 1 എഴുതി. ഇനി നമുക്ക് ഇവിടുത്തെ എ ക്രോസ് ബി കണ്ടുപിടിക്കാം. അതിനായിട്ട് ആദ്യം i എടുക്കുക, i ഇൻറ്റു എഴുതുക, i ഇൻറ്റു. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? i ഇൻറ്റു. ഐയുടെ റോയും കോളും നോക്കണ്ട. ഇതാ ഈ റോയും നോക്കണ്ട, ഈ കോളും നോക്കണ്ട, ബാക്കിയുള്ള 4 ആൾക്കാരെ മാത്രം നോക്കുക. ഇവരെ ഇങ്ങനെ എന്ത് ചെയ്യുക? ആദ്യം 1 × 1 1 മൈനസ് കൊടുക്കണം. എന്നിട്ട് -1 × 4 -4. ഓക്കെ, ഇനി അടുത്ത ആള് ജെക്ക് മുമ്പ് ഒരു മൈനസ് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം, അത് മറക്കണ്ട. ഇത് പ്ലസ്, ഇത് മൈനസ്, ഇത് പ്ലസ് ആണ്. അപ്പൊ ജെക്ക് മൈനസ് കൊടുത്തു. ഇനി ജെയുടെ റോയും നോക്കരുത്, കോളും നോക്കരുത്. കണ്ടോ, അതിന്റെ റോയും കോളും നോക്കണ്ട. ബാക്കി ഇങ്ങോട്ട് ആദ്യം 1 × 3 3 -1 × 4 4. ഇനി പ്ലസ് കൊടുക്കുക. ആദ്യം പ്ലസ് ആണ്, പിന്നെ -j, ഇനി +k. ഇതുപോലെ കെയുടെ റോയും നോക്കണ്ട, കോളും നോക്കണ്ട. -1 × 3 -3 -1 × 1 1. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഈ 2 മൈനസ് ചേർന്നിട്ട് പ്ലസ് ആവും, 1 + 4 ആവും. ഈ 2 മൈനസ് ചേർന്ന് പ്ലസ് ആയിട്ട് 1 + 4 ആരാ? 5 5i എന്ന് വരും. ഇനി ഇവിടെ 3 - 4 ആരാണ്? 3 - 4 -1 ആണ്. -1ഉം -jയും കൂടി +1j എന്നാവും. മൈനസും മൈനസും കൂടി പ്ലസ് ആയി, 1 × j j. ഇനി ഇവിടെ നമുക്ക് k ഉണ്ട്, k ഇൻറ്റു ഇത് രണ്ടും കൂടി -4. അതായത് എ ക്രോസ് ബിയുടെ ആൻസർ നമുക്ക് ഇതാ കിട്ടി. എ ക്രോസ് ബി = 5i. ഒരു ക്യാപ്പ് കൊടുക്കുക ഐയുടെ മുകളില്, j -4k. ഇതാണ് എ ക്രോസ് ബിയുടെ ആൻസർ കേട്ടോ. എ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ഇതാ കിട്ടി.
അടുത്ത ക്വസ്റ്റ്യൻ, ഈ എയും ബിയും ഒരു പാരലലോഗ്രാമിന്റെ അടുത്തടുത്ത സൈഡുകളാണെന്ന് പറയണേ. ഇവിടെ എ, ഇവിടെ ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് പാരലലോഗ്രാം കണ്ടുപിടിക്കുക. ഏരിയ ഓഫ് പാരലലോഗ്രാം കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അത് ഹാഫ് ഇൻറ്റു എ ക്രോസ് ബി ആണ് കേട്ടോ. അതിന്റെ മാഗ്നിറ്റ്യൂഡും കൂടി കാണണം. ഇതാണ് ഇക്വേഷൻ. പാരലലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? ഹാഫ് ഇല്ല, ഹാഫ് ട്രയാങ്കിളിന്റെ ഏരിയക്കാണ്. ട്രയാങ്കിളിന്റെ ഏരിയ ആണെങ്കിൽ ഇവിടെ ഒരു ഹാഫ് വരും. പാരലലോഗ്രാം ആണെങ്കിൽ വെറുതെ എ ക്രോസ് ബി കണ്ടിട്ട് മാഗ്നിറ്റ്യൂഡ് കാണുക. എന്താണ് എ ക്രോസ് ബി? നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. 5y + j - 4k ആണ് എ ക്രോസ് ബി. അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. ഇങ്ങനെ ഇട്ടാൽ മാഗ്നിറ്റ്യൂഡ് എന്നാണ്. ഇങ്ങനെ വെക്ടറുകൾക്ക് ഇങ്ങനെ ഇട്ടാൽ അത് ഡിറ്റർമിനന്റ് അല്ല, മാഗ്നിറ്റ്യൂഡ്. എങ്ങനെ മാഗ്നിറ്റ്യൂഡ് കാണാന്ന് അറിയോ? √5ന്റെ സ്ക്വയർ +1 ഉണ്ട്, സോ 1ന്റെ സ്ക്വയർ, -4 ഉണ്ട്, സോ -4ന്റെ സ്ക്വയർ, എല്ലാം കൂടി പ്ലസ് ചെയ്യുക. എന്താണ്? ആദ്യം 5ന്റെ സ്ക്വയർ 25, പിന്നെ ഇതാ ഒരു 1 ഉണ്ട്, 1ന്റെ സ്ക്വയർ, പിന്നെ ഇതാ -4 ഉണ്ട്, -4ന്റെ സ്ക്വയർ. ഇത് 25 + 1 26, 4ന്റെ സ്ക്വയർ 16 എന്ന് വരും. അതായത് √42 ആണ് ഏരിയ. അത്രയും സ്ക്വയർ യൂണിറ്റ്, ഏരിയയുടെ യൂണിറ്റ് സ്ക്വയർ യൂണിറ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് എ ക്രോസ് ബി കണ്ടിട്ടുണ്ട്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ആദ്യം 5ന്റെ സ്ക്വയർ, 1ന്റെ സ്ക്വയർ, -4ന്റെ സ്ക്വയർ. ഈ നെഗറ്റീവ് ഒക്കെ സ്ക്വയർ ചെയ്യുമ്പോൾ പ്ലസ് ആവട്ടെ, എല്ലാം പ്ലസ് ആവും ഇവിടെ. ഇപ്പൊ √42 ആണ് അതിന്റെ ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊരു വെക്ടർ കാണാനാണ്. വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ കാണാൻ പറഞ്ഞാൽ അത് ഇത് തന്നെയാണ്. ക്രോസ് ആണ് കാണേണ്ടത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും 2 വെക്ടർ തന്നിട്ട് ഫൈൻഡ് എ വെക്ടർ, 2 വെക്ടർ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, എന്നിട്ട് പറയാണ് ഫൈൻഡ് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ കാണാൻ പറഞ്ഞാൽ ആ എയും ബിയും കൂടി ക്രോസ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ നമുക്കിവിടെ എയും ബിയും കൂടി നമ്മൾ ഓൾറെഡി ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് പെർപെൻഡിക്കുലർ വെക്ടർ. 5y + j - 4k. ഇത് സെപ്പറേറ്റ് ഒരു ചോദ്യം ചോദിച്ചാലും പെർപെൻഡിക്കുലർ വെക്ടർ കാണാൻ പറഞ്ഞാൽ 2 വെക്ടറും കൂടി അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ വെക്ടർ നമുക്ക് കിട്ടും. മനസ്സിലായി? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വെക്ടർ എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്ന് ക്രോസ് ചെയ്യാനും ഏരിയ ഓഫ് പാരലോഗ്രാം കാണാനും പെർപെൻഡിക്കുലർ വെക്ടർ കാണാനും നമ്മൾ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലെ ചോദ്യമാണ്. ഇത് 2 മാർക്കിന്റെ ചോദ്യം, ഇത് 2 മാർക്കിന്റെ ചോദ്യം, 4 മാർക്കിന്റെ ചോദ്യമാണ് നമ്മൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിന്ന് നോക്കാനായിട്ട് പോകണം. ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യം, ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ. കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ, ഇതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്കിത് വേറെ രീതിയിൽ ചോദിക്കും, അതിനടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അടുത്ത വീഡിയോയിൽ ഇത് ബേസ് ചെയ്തിട്ടൊരു ചോദ്യം കൂടി ഉണ്ട്, അതിനടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഇങ്ങനെ എ ബി കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം വരാറുണ്ട്. അപ്പൊ നമുക്കിത് നോക്കാം. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ, ഏതിലാണ്? 2 എന്ന് പറഞ്ഞ നമ്പറാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. 2ലാണ് കണ്ടുപിടിക്കേണ്ടത്. 2 ഇതാ നമുക്കിവിടെ x ≤ 2 ഉണ്ട്, x > 2 ഉണ്ട്. ഈ 2 കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കാൻ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെയാണ് ചെയ്യുക. ലിമിറ്റ് x → 2 - f of x കാണാം, ലിമിറ്റ് x → 2 + f of x കാണാം. ഏത് ചോദ്യമാണെങ്കിലും ഏതാണോ നമ്പർ നോക്കുക, ഇവിടെ വരുന്ന നമ്പർ, അതിന്റെ മൈനസും കാണാം പ്ലസും കാണാം. എങ്ങനെയായിരിക്കും ഇത് കാണാം? ലിമിറ്റ് x → 2 - എന്ന് പറഞ്ഞാൽ എന്താണ്? x → 2 - ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം x → 2 - എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അതിന്റെ അർത്ഥം. മൈനസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കൊടുക്കുക, ചെറുതാണ്. x → 2 - 2വിനേക്കാൾ ചെറുതാണ്. ഇത് എവിടെ വരുന്നത് നോക്കിയതാ, ഇവിടെയാണ് വരുന്നത്. x² + 3 ആണ് നമ്മുടെ ഫംഗ്ഷൻ. ഇവിടെ f of xന്റെ അവിടെ x² - 3 x² + 3 എന്ന് കൊടുക്കുക. ഈ f of x ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്, x² + 3. ഇനി x എന്ന് പറഞ്ഞ പൊസിഷനിൽ 2 കൊടുക്കാം. സോ 2² + 3 ദാറ്റ് ഈസ് 4 + 3 7 എന്ന് നമുക്ക് ആൻസർ കിട്ടും. x → 2 + f of x ആണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? x 2വിനേക്കാൾ വലുത്, പ്ലസ് എന്ന് പറഞ്ഞാൽ വലുത്, ഇതാണ് വലുത്. ഇത് എവിടെ വരുന്നത് നോക്കിയതാ, ഇവിടെയാണ്. x² - 3 ആണ് നമ്മുടെ ഫംഗ്ഷൻ.
അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് ഈ എഫ് ഓഫ് എക്സിന്റെ അവിടെ എന്തിട്ട് കൊടുക്കുക, എഫ് ഓഫ് എക്സിന്റെ അവിടെ എക്സ് സ്ക്വയർ മൈനസ് 3 എന്നുള്ളത് ഇട്ട് കൊടുക്കുക. എക്സിന് 2 കൊടുത്തോ, 2 സ്ക്വയർ മൈനസ് 3, 4 മൈനസ് 3 1 എന്ന് കിട്ടും. ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും രണ്ടും ഈക്വൽ അല്ല അല്ലെ. രണ്ടും ഈക്വൽ ആണെങ്കിലാണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആവുക. അപ്പൊ നമുക്കിവിടെ എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സും അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സും കണ്ടുപിടിച്ചപ്പോൾ രണ്ടും 2 ആണ് കിട്ടിയത്. രണ്ടും ഈക്വൽ അല്ല. ഇനിയിപ്പോൾ ഒന്നും പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ 2 മൈനസ് 2 പ്ലസ് എന്ന് എഴുതുക. ഇവിടെ ഒക്കെ എക്സിന് വാല്യൂസ് ഇട്ട് നോക്കുക. ഇവിടെയും എക്സിന് 2 കൊടുക്കുക. ഈക്വൽ അല്ല എന്ന് കണ്ടാൽ ദിസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് കണ്ടിന്യൂസ് എന്ന് എഴുതുക. ഈക്വൽ ആയാൽ കണ്ടിന്യൂസ് ആണ്, ഈക്വൽ ആയില്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2. എക്സ് ഈക്വൽ ടു 2 ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്ന് നമുക്ക് എഴുതാം. അടുത്ത ക്വസ്റ്റ്യനും പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ഇതേ മോഡലാണ് ചോദിക്കുക. ഇതേ ക്വസ്റ്റ്യൻ വരണമെന്നില്ല, ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പരീക്ഷയ്ക്ക് വരിക. ഇപ്പൊ നമുക്കിവിടെ രണ്ട് ഫംഗ്ഷൻസ് തന്നിരിക്കുകയാണ്. എക്സ് ഈക്വൽ ടു സൈൻ 2t, വൈ ഈക്വൽ ടു കോസ് ടി. ഇത് രണ്ടും വെച്ച് ഡി വൈ ബൈ ഡി എക്സ് കാണാനാണ് ചോദ്യം. എക്സ് ഈക്വൽ ടു സൈൻ 2t, വൈ ഈക്വൽ ടു കോസ് ടി. സൈൻ 2t ഉണ്ട്, കോസ് ടി ഉണ്ട്. ഇതിന് ഡി വൈ ബൈ ഡി എക്സ് കാണാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ എക്സും ഇവിടെ ടിയും അല്ലേ, അപ്പൊ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം. ഇവിടെ വൈയും ഇവിടെ ടിയും ആണ്, അപ്പൊ ഡി വൈ ബൈ ഡി ടി എന്ന് എഴുതാം. ഡി എക്സ് ബൈ ഡി ടി, ഡി വൈ ബൈ ഡി ടി. എന്താണ് സൈൻ 2tയുടെ ഡെറിവേറ്റീവ്? സൈൻ 2tയുടെ ഡെറിവേറ്റീവ് കോസ് 2t ആണ്. ആ 2 ഒന്ന് ഇൻറ്റു ആയിട്ട് കൊടുക്കണം. കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി ആണ്, അറിഞ്ഞിരിക്കുക. അപ്പൊ സൈൻ്റെ കോസും കോസിന്റെ മൈനസ് സൈനും ആണ്. ഇനി ലാസ്റ്റ് ഫൈനലി കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഡി വൈ ബൈ ഡി എക്സ് ആണ് അല്ലെ. ചോദ്യത്തില് ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഡി വൈ ബൈ ഡി എക്സ് കാണാൻ രണ്ടും കൂടി ഡിവൈഡ് ചെയ്യാം. മൈനസ് സൈൻ ടി ആദ്യം ഇത് എഴുതണം കേട്ടോ. ആദ്യം ഡി വൈ ആണ്, ആദ്യം ഇത് എഴുതാം. മൈനസ് സൈൻ ടി ഡിവൈഡഡ് ബൈ കോസ് 2t ഇൻറ്റു 2. ഇതാണ് ആൻസർ. ഇനി ഇതൊന്നും എക്സ്ട്രാ ചെയ്യണം എന്നില്ല, എത്ര ചെയ്താൽ മതി ആൻസറായി. വേറെ ഒന്നും ഇവിടെ എക്സ്ട്രാ നിങ്ങൾ ചെയ്യേണ്ട. കോസ് 2t ഇൻറ്റു 2 താഴെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലെ ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ചോദ്യം. എല്ലാ പ്രാവശ്യവും പ്രോബബിലിറ്റിയിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യമാണ് വരാറ്. ഇതിന്റെ ഒന്നുകൂടി ടഫ് ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്, അതിനടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ചിലപ്പോൾ അതായിരിക്കും വരുന്നത്, ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഇത് ആദ്യം നോക്കാം. ഇത് ഈസിയാണ്, ശ്രദ്ധിച്ചിരിക്കണം, മനസ്സിലാക്കണം. ഒരു 4 മാർക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. അതായത് ഇതാണ് ചോദ്യം. ബാഗ് 1 കണ്ടെയ്ൻ 3 റെഡ് ആൻഡ് 4 ബ്ലാക്ക്. അപ്പൊ തന്നെ നിങ്ങൾ ഒരു ബാഗ് വരച്ചു വെക്കുക. ബാഗ് 1-ല് 3 റെഡും 4 ബ്ലാക്കും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. 3 റെഡും 4 ബ്ലാക്കും എഴുതി. ഓക്കെ, ഇനി അടുത്തൊരു ബാഗ് കൂടി ഇവിടെ പറയുന്നുണ്ട്. ബാഗ് 2 ഉണ്ട്. While another bag 2 contain 5 red and 6 black. 5 റെഡും 6 ബ്ലാക്കും എന്ന് ഞാൻ എഴുതി. ഇനി 1 ball is drawn at random from one of the bag. One of the bag ആണ്. ഇതിൽ ഏതോ ഒരു ബാഗിൽ നിന്ന് ഒരു ബോൾ എടുത്തു. അപ്പൊ ബാഗിന്റെ പ്രോബബിലിറ്റിയും കൂടി ആദ്യം കാണണം. ഒന്നാമത്തെ ബാഗിന്റെ പ്രോബബിലിറ്റി, രണ്ടാമത്തെ ബാഗിന്റെ പ്രോബബിലിറ്റി എന്ന് കാണണം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. 1 ഓഫ് ദ ബാഗ്, 2 ബാഗില് ഏതോ ഒരു ബാഗിൽ നിന്ന് ഒരു ബോൾ എടുത്തു. അപ്പൊ ഒന്നാമത്തെ ബാഗ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ആദ്യം കാണണം. മൊത്തം 2 ബാഗ്, അതിൽ ഒന്നാമത്തെ ബാഗ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2. ഇനി രണ്ടാമത്തെ ബാഗോ, അതും 1/2. ഹാഫ് ഈക്വൽ ചാൻസ് ആണ് അല്ലെ, 50-50 ചാൻസ് ആണ്. ഒന്നെങ്കിൽ ഒന്നാമത്തെ ബാഗ് അല്ലെങ്കിൽ രണ്ടാമത്തെ ബാഗ്. ഈ 3 ബാഗ് ഉണ്ടെങ്കിലോ 1/3 1/3 1/3 എന്നാണ് എഴുതുക. അപ്പൊ ആദ്യം ബാഗിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. ഒന്നാമത്തെ ബാഗ് കിട്ടാൻ 1/2, ഇത് കിട്ടാനും 1/2. മൊത്തം 2 ബാഗ്. താഴെ ടോട്ടൽ എഴുതുക. മൊത്തം 2. ബാഗ് 1 എന്ന് പറഞ്ഞാൽ ഒരെണ്ണേ ഉള്ളൂ. ബാഗ് 2 എന്ന് പറഞ്ഞാലും ഒരെണ്ണം. സോ ഒന്നാമത്തെ ബാഗ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2, രണ്ടാമത്തെ കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2. ഇനി എന്താ പറയണേ? 1 ball is drawn at random. ഇതിൽ ഏതോ ഒരു ബാഗിൽ നിന്ന് ഒരു ബോൾ അവരെടുത്തു. ആ എടുത്ത ബോള് ശ്രദ്ധിക്കണം, ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി റെഡ്. ആ എടുത്ത ബോള് റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി അത് നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മളത് എങ്ങനെ എഴുതുക? പ്രോബബിലിറ്റി ഓഫ്
ഗെറ്റിംഗ് റെഡ് ഫ്രം ഫസ്റ്റ് ബേഗ്. ഓക്കെ, ആദ്യത്തെ ബേഗിൽ നിന്ന് നമ്മൾ റെഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി, റെഡ് ഒന്നാമത്തെ ബേഗിൽ നിന്ന് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഇതിൽ എത്ര റെഡ് ഉണ്ട്? 3. മൊത്തം എത്ര ബോൾ ഉണ്ട്? 4 3 7. അതാണ് അത്. ഇനി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം സെക്കൻഡ് ബേഗ്. റെഡ് ഇതിലോ 5 റെഡ്, മൊത്തം 11. ഇതും ആദ്യം കണ്ടുപിടിച്ച് വെക്കുക. ഇനി എന്താണ് ചോദ്യം? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് ഡ്രോൺ ഫ്രം ബേഗ് 2. ഇതാണ് നമ്മുടെ ചോദ്യം. ബേഗ് 2-ൽ നിന്നാണ് എടുത്തത്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബേഗ് 2, രണ്ടാമത്തെ ബേഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി. ഇതാണ് ചോദ്യം. കണ്ടോ? അപ്പോൾ ഓരോ സെക്ഷനായിട്ട് ആദ്യം ചെയ്യുക. 1 ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ ബേഗിന്റെ പ്രോബിലിറ്റി ആദ്യം കണ്ടു. റെഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി, റെഡ് എന്ന് പറഞ്ഞപ്പോൾ റെഡിന്റെ കണ്ടുപിടിച്ചു. ഇനിയാണ് രണ്ടാമത്തെ ബേഗിൽ നിന്നാണ് എടുത്തത്. അപ്പൊ ഇത് നമ്മൾ ബേയേഴ്സ് തിയറം എന്ന് പറയുന്നൊരു തിയർ ഇവിടെ ഉണ്ട്. അത് വെച്ചാണ് നമ്മളിവിടെ കാണാം. ബേയേഴ്സ് തിയറം. ഇത്രയൊക്കെ എഴുതി നിങ്ങൾക്ക് ഇവിടെ ഓരോരോ മാർക്ക് വീതം കിട്ടും കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ബേയേഴ്സ് തിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആദ്യം P of B2 എഴുതാം. P of B2 ഇൻറ്റു, ഇനി ഇത് തിരിച്ചിട്ട് ഇവിടെ എഴുതാം. P of R by B2 എന്ന് ഇവിടെ എഴുതാം. ഇനി താഴെ ഇത് തന്നെ ഒന്നും കൂടി എഴുതിക്കോ. P of B2 ഇൻറ്റു P of R given B2 പ്ലസ്, ഇനി ഇത് എഴുതി തന്നെ 1 വെച്ച് എഴുതാം. P of B1 ഇൻറ്റു P of തിരിച്ചിടുക R given B1. അടിയിൽ 1 എഴുതണം, 2 എഴുതണം. 3 ബേഗ് ഉണ്ടെങ്കിൽ 1 2 3 എഴുതണം. അപ്പൊ നമുക്കിവിടെ 2 ചോദിച്ചത്. അതിന്റെ മുകളിൽ എഴുതുക P of B2 ഇൻറ്റു ഇത് തിരിച്ചിടുക. ഇനി അത് തന്നെ താഴെ എഴുതുക, അതിന്റെ തന്നെ 1 എഴുതുക. ഇതൊക്കെ നമുക്കിവിടെ ആൻസേഴ്സ് അറിയാം. P of B2 അറിയാം, P of R given B1 അറിയാം. ഓക്കെ, P of B2 എന്ന് പറഞ്ഞാൽ 1/2, R given B1 എന്ന് പറഞ്ഞാൽ 3/7. അതേപോലെ P of B1 എന്ന് പറഞ്ഞാൽ 1/2, R given B2 എന്ന് പറഞ്ഞാൽ B1 എന്ന് പറഞ്ഞാൽ 3/7 5/, ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അത്രയാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളൂ. ഈ വാല്യൂസ് ഒക്കെ ഈ പൊസിഷനിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. P of B2 ഹാഫ് കൊടുത്തു, R given B2 5/11 കൊടുത്തു. ഇതിവിടെ ഇത് തന്നെയാണ്, ഇത് രണ്ടും സെയിം ആണ്. ഇത് രണ്ടും ഇവിടെ വീണ്ടും ഇത് അങ്ങോട്ട് ചെയ്യുക. ഇത് ഓരോരോ പീസായിട്ട് ചെയ്തോളൂ. എന്നിട്ട് ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കണം. അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം 1 × 5 എന്ത് വരും? 5. 2 × 11 നമുക്ക് 22 എന്ന് വരും. ഇനി അതേപോലെ ഇവിടെയും 5/22, ഇവിടെ നമുക്ക് 3/14 എന്ന് വരും. കണ്ടോ? ഇങ്ങനെ വരും. ഇനി ഇത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 5/22 ഉണ്ട്. നന്നായി ശ്രദ്ധിച്ചു, ഇത് പലർക്കും ചെയ്യാൻ പറ്റാറില്ല. 5/22 നമുക്ക് മുകളിലുണ്ട്. താഴെ നമുക്ക് ഒരു 5/22ഉം 3/14 നമുക്കുള്ളത്. ഇത് നമുക്കൊന്ന് ചെയ്യാം. ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 5/22 അവിടെ നിൽക്കട്ടെ, ഇതിന് ക്രോസ് ചെയ്തു. അതിന് ക്രോസ് ചെയ്തിട്ട് കണ്ടുപിടിച്ച് വെക്കുക. അപ്പോൾ ഇതാ 5 × 14 ചെയ്യാം. അങ്ങനെ ചെയ്യാനുണ്ട് 70 എന്ന് വരും. 5 × 14 70 പ്ലസ് 22 × 3 66 ഡിവൈഡഡ് ബൈ 22 × 14 308 എന്ന് വരും. ഇനി മുകളിൽ 5/22 ഉണ്ട്, അതിനൊന്നും ചെയ്യണ്ട. ഇവിടെ 70 + 66 ചെയ്യാം. 70 + 66 136/308 എന്ന് വരും. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം? 5/22 മുകളിലുണ്ട്. ഇത് നേരെ മുകളിലേക്ക് കയറുമ്പോൾ ഇൻറ്റു ആയിട്ട് മാറും. ഇത് നേരെ മുകളിലേക്ക് കയറിയാൽ നേരെ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 308/136 നമുക്ക് വരും. കണ്ടോ? ഇങ്ങനെ നമുക്ക് ആൻസർ വരും. ഓക്കെ, ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ 5/22 ഡിവൈഡ് ചെയ്യണം 136/308 എന്നാണ്. ഇതിന്റെ അർത്ഥം ഇതിനെ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ്. ഇതിന്റെ ആൻസർ ചെയ്യുക. 5 × 308 ചെയ്യുക, ഇതിൻ്റെ ചെയ്യുക. വേണമെങ്കിൽ ഇത് ചുരുക്കി കൊണ്ടുവരാം. ആൻസർ കിട്ടുക 35/68 എന്നാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. ഇനി അതല്ലെങ്കിൽ പോയിന്റ് ആയിട്ട് ആൻസർ കിട്ടിയാലും കറക്റ്റ് തന്നെയാണ്. അത് അങ്ങോട്ട് എഴുതി വെക്കുക കേട്ടോ. ഇങ്ങനെയാണ് ഏകദേശം 0.514 എന്നുള്ളൊരു വാല്യൂ ആണ് വരിക. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതാണ് പ്രോബബിലിറ്റിയിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ. ഇനി നോക്കിക്കോളൂ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് അപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ് ഒരു ചോദ്യമാണ്. എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇപ്പൊ എഡ്ജ് ഓഫ് ക്യൂബ് എന്ന് പറഞ്ഞാൽ A എന്ന് കൊടുക്കാം. അത് ഇൻക്രീസ് ചെയ്യുന്നു അറ്റ് ദ റേറ്റ് ഓഫ് 4 cm/s. ഇപ്പൊ എഡ്ജ് ഓഫ് ക്യൂബ് A അത് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് തന്നു. അപ്പൊ നമ്മൾ dA/dt എന്നാണ് എഴുതുക.
റേറ്റ് എന്ന് പറഞ്ഞാൽ അത് dA/dt ആണ് തന്നിരിക്കുന്നത്. ഹൗ ഫാസ്റ്റ് ഈസ് ദ വോളിയം ഇൻക്രീസിങ് വെൻ എഡ്ജ് ഈസ് 20. എഡ്ജ് 20 ആണെങ്കിൽ വോളിയത്തിന്റെ റേറ്റ് കാണാനാണ്. ഹൗ ഫാസ്റ്റ് ഈസ് ദ വോളിയം ഓഫ് ക്യൂബ് A³ ആണ്. അതിന്റെ ഹൗ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ റേറ്റ് കാണാൻ പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് എഴുതാം. 3 × A² എഴുതാം. 3 എഴുതാം, A² എഴുതാം. 3 താഴത്തേക്ക് എഴുതിയിട്ട് A എഴുതിയിട്ട് 3 എന്നൊന്ന് കുറയ്ക്കുക, dA/dt എന്ന് കൊടുക്കാം. നമുക്കിവിടെ A വന്നിട്ടുണ്ട് 20, സോ 20ന്റെ സ്ക്വയർ കാണണം. dA/dt 4. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ആയി. അപ്പം എന്താ ചെയ്തത്? ഒരു ക്യൂബിന്റെ എഡ്ജ് തന്നു, അത് A എന്ന് നമ്മൾ കൊടുത്തു. അതിന്റെ റേറ്റ് തന്നു, ആ എഡ്ജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ റേറ്റ് തന്നു. അപ്പോൾ dA/dt എന്നാണ് എഴുതുക. ഇനി വോളിയത്തിന്റെ ആണ് ചോദിച്ചിട്ടുള്ളത്. ഹൗ ഫാസ്റ്റ് ഈസ് ദ വോളിയം ഇൻക്രീസിങ്. വോളിയത്തിന്റെ ഇക്വേഷൻ ഏതാ? ഹൗ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ വോളിയത്തിന്റെ ഡെറിവേറ്റീവ് കാണാനാണ്. ഹൗ ഫാസ്റ്റ് ഈസ് ദ വോളിയം ഇൻക്രീസിങ് എന്തൊക്കെ ചോദിച്ചാൽ ആ വോളിയത്തിന്റെ ഡെറിവേറ്റീവ് കാണാം. dV/dt കാണാം. അത് കാണാൻ 3 എഴുതുക, A എന്നൊന്ന് കുറയ്ക്കുക, എന്നിട്ട് dA/dt എഴുതുക. Aയും dA/dt തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ആൻസർ എഴുതുക കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ വെക്ടർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. നിങ്ങൾക്ക് ഇതാ ഒരു പോയിന്റും ഒരു വെക്ടറും നിങ്ങൾക്ക് തന്നു. അത് തന്നിട്ട് അതിന്റെ വെക്ടർ ഇക്വേഷൻ കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതാനാണ്. ഒരു പോയിന്റും ഒരു വെക്ടറും തന്നാൽ വെക്ടർ ഇക്വേഷൻ ഇങ്ങനെയാണ്. A + λb. എയുടെ അവിടെ ഇതിട്ട് കൊടുക്കുക 1i - 1j 3k. കണ്ടോ? ബിയുടെ അവിടെ ഇതിട്ട് കൊടുക്കുക. ഇതാണ് അതിന്റെ വെക്ടർ ഇക്വേഷൻ. എപ്പോഴും വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത് 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറഞ്ഞ പാടാണ്. വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ A ഇട്ട് കൊടുക്കുക, B ഇട്ട് കൊടുക്കുക. ഇത് A, ഇത് B. ഇനി ഇതിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ സിമ്പിൾ ആണ്. x - 1 കൊടുക്കുക ഈക്വൽ ടു, ഇവിടെ -1 ആണ്, അപ്പൊ +1 ആക്കുക. അപ്പൊ x ഇവിടെ -1 കൊടുത്തു, y +1 കൊടുത്തു, z ഇവിടെ +3 ആണ്, സോ -3 കൊടുക്കുക. ഇതിട്ടൊക്കെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ കൊടുക്കാം. ഇനി താഴെ ഈ നമ്പേഴ്സ് കൊടുക്കാം, 2, 3, 4. ഇതാണ് അതിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ കേട്ടോ. കാർട്ടീഷ്യൻ ഇക്വേഷൻ. അപ്പോൾ ഏറ്റവും ഉറപ്പുള്ള കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ഇനിയും ക്വസ്റ്റ്യൻസ് ഒക്കെ പറയണമെങ്കിൽ ഇനിയും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട് വീഡിയോ. ബാക്കി ഞാൻ ഏറ്റവും ഉറപ്പുള്ള ചോദ്യങ്ങളായിട്ട് ഒരു A+ A ഗ്രേഡ് ഒക്കെ വാങ്ങണം എന്നുള്ളവർക്ക് വേണ്ടി ഒരു വീഡിയോയും കൂടി ഇന്ന് ഇടുന്നുണ്ട്. അതിൽ ബാക്കി ചോദ്യങ്ങൾ ഉൾപ്പെടുത്താം. അതും കൂടി എല്ലാവരും കണ്ടോളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്